നമസ്കാരം. നമുക്ക് ചിന്തകളില്ലാത്ത അവസ്ഥ. അപ്പോൾ ഈ ധ്യാനം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഒരു ചിന്തയും വരത്തില്ലാത്ത, അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സ് നമ്മൾ ആകാശമായിട്ട് കാണുക. അപ്പോൾ ആകാശമായിട്ടാണെങ്കിൽ അതിലൂടെ ഇടയ്ക്ക് പക്ഷികളൊക്കെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ യഥാർത്ഥ ധ്യാനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതെയാവും. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ധ്യാനത്തിലേക്ക് പോകും. പെർഫെക്റ്റായിട്ട് ധ്യാനം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് നമുക്ക് ധ്യാനത്തിലേക്ക് കടക്കാൻ പറ്റുക? അപ്പം നമ്മൾ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു, മൂക്കിലൂടെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. അപ്പം അത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പം ശ്വാസം എടുക്കുന്നതും വിടുന്നതും എടുക്കുന്നതും വിടുന്നതും ഇത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ശ്വാസം അകത്തേക്ക് പോകുന്നു, പുറത്തേക്ക് വരുന്നു. അപ്പം മറ്റൊന്നും, അപ്പോൾ അതിന് അപ്പോൾ എന്തെങ്കിലുമൊക്കെ തോട്ടിടയ്ക്ക് വരിക. ഇപ്പോൾ തോട്ടിടയ്ക്ക് വന്നിട്ട് എനിക്ക് എവിടെയെങ്കിലും പോകണമല്ലോ, എൻ്റെ വണ്ടി വൃത്തിയാക്കിയായിരുന്നോ, ഇങ്ങനെയൊക്കെ ഓരോ തോട്ട്. നമ്മൾ അതിനെ പിന്തുടരാൻ പോകരുത്. നമ്മൾ കാണുന്നുണ്ട്, ആകാശത്തിലേക്ക് നോക്കുമ്പം പക്ഷികളെ കാണുന്നുണ്ട്. പക്ഷേ പക്ഷികളെ മാത്രമല്ല കാണേണ്ടത്, ആകാശം തന്നെ കാണുകയാണ്. അപ്പോൾ അതിങ്ങനെ വന്നു പോകാൻ അങ്ങനെ നമ്മൾ അനുവദിക്കുക. അപ്പോൾ ഈ ശരിക്കും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഒരു ചിന്ത ഗ്യാപ്പ്, അടുത്ത ചിന്ത ഇങ്ങനെ വരുമ്പോൾ ഈ ചിന്തകളില്ലാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ വരുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായും ഒരു നിശബ്ദമാകുമ്പോഴാണ് നമ്മൾ ഏറ്റവും ഉപബോധ മനസ്സുമായിട്ട് ഏറ്റവും ആഴത്തിൽ നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ആ ഒരു അവസ്ഥ നമുക്ക് വല്ലാത്തൊരു സുഖം നൽകുന്നതാണ്. അപ്പോൾ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട വികാരങ്ങളും അതിൻ്റെ ഫിയറും എല്ലാം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ശ്രദ്ധ വേണം, പക്ഷെ ചിന്തയില്ല. അപ്പോൾ ചിന്ത വന്നാൽ എന്തു ചെയ്യും? അപ്പം ചിന്ത വന്നോട്ടെ, ചിന്ത നമ്മൾ ശ്രദ്ധിക്കാതെ ഇപ്പോൾ ഒരു വലിയ തടാകത്തിൽ ഓളം ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ച് നേരം അനങ്ങാതിരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഓളം ഇങ്ങനെ നിലച്ച് വരും. ഒരിക്കൽ ബുദ്ധനും ശിഷ്യരുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം ബുദ്ധൻ ഒരിടത്ത് പോയിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു. എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ വെള്ളം എടുക്കാനായിട്ട് പോയപ്പോൾ തടാകത്തിൽ ചെന്നപ്പോൾ വെള്ളമെല്ലാം കലങ്ങി കിടക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഗുരുവിന് കൊണ്ട് കൊടുക്കുന്നത്? അപ്പോൾ വെള്ളം കലങ്ങിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ വിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കുറേ നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി വെള്ളം പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ചെന്നപ്പോൾ പറഞ്ഞ വെള്ളത്തിൻ്റെ മോൾഭാഗം എല്ലാം നല്ല തെളിച്ചമാണ്, അടിഭാഗത്തേക്കുള്ള ഭക്ഷണം നല്ലപോലെ തെളിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ്, അപ്പോൾ അന്നേരം അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി, ഇങ്ങനെയാണ് നമ്മളുടെ മനസ്സും. പല കാര്യങ്ങൾ കൊണ്ടും നമ്മുടെ മനസ്സ് കലങ്ങും. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ജസ്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ അതിനെക്കുറിച്ച് കമൻട്രിയോ, അപ്പോൾ ചിന്തകളെ നിർത്താനൊന്നും നോക്കണ്ട. നമ്മുടെ ആകാശത്തിലെ മേഘങ്ങൾ പോലെയാണ് ചിന്തകളിങ്ങനെ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ മേഘത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന അവസ്ഥ, എനിക്ക് ചിന്ത വരുന്നു. എല്ലാ ക്ലാസ്സിലും ഞാൻ പഠിപ്പിക്കുമ്പോഴത്തെ ഒത്തിരി പേര് പറഞ്ഞു, എനിക്കിങ്ങനെ ചിന്ത വന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിന്ത വന്ന് പൊക്കോട്ടെ. അപ്പോൾ അത് കാർമേഘങ്ങളല്ല, മേഘങ്ങൾ വന്ന് പോകുന്ന പോലെ തന്നെയാണ്. നമ്മളവയെ വിധി എഴുതുന്നില്ല, അതിനൊരു ലേബൽ ചെയ്യുന്നില്ല. അത് നല്ലതോ മോശമോ ഇതില്ല. അതുമായിട്ട് നമുക്കൊരു സംഭാഷണമില്ല, അതുമായിട്ടൊരു പങ്കെടുക്കലില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ചിന്ത ഇങ്ങനെ കുറഞ്ഞ് തടാകത്തിലെ ഓളങ്ങൾ കുറഞ്ഞ് വരുന്ന പോലെ തന്നെ അങ്ങനെ വരും. അങ്ങനെ ആ നിശ്ചലതയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിസ്ഡം ഉദിക്കുന്നത്. നമ്മൾ ചിന്തയിലിങ്ങനെ അകപ്പെട്ടു, ചിന്ത വന്നു. അപ്പോൾ ആ ചിന്ത വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചിന്ത വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ചിന്ത ശ്രദ്ധിക്കാതാവും. അപ്പം ചില ആൾക്കാരാണെങ്കിൽ മന്ത്രത്തിൽ ഉപയോഗിക്കുക, ഉരുവിടുന്നതാകാം. അപ്പോൾ ചില ആൾക്കാർ വളരെ നിരാശരാകും, ചിന്ത വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ചെയ്താൽ മതി, ചിന്ത ഇങ്ങനെ ഇടയ്ക്ക് കയറി വരുമ്പോൾ നമ്മൾ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക, ശ്രദ്ധ വരിക. അപ്പോൾ അത് പുനർക്രമീകരിക്കപ്പെട്ടു പോകും. അപ്പം ചില ആൾക്കാർ ഓം ചൊല്ലുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വളരെ ലളിതമായിട്ട് ഇങ്ങനെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് ഭംഗിയായിട്ട് മെഡിറ്റേഷനിലേക്ക് പോകാം. അപ്പം മൗനത്തിലേക്ക് പോകണം, പൂർണ്ണമായും മൗനത്തിലേക്ക്. ഇപ്പോൾ രണ്ട് ചിന്തകളുടെ ഇടയ്ക്കൊരു ഗ്യാപ്പ്. അപ്പം ഒരു ചിന്ത വന്നു, അത് കഴിഞ്ഞാണ് ഗ്യാപ്പ്. ആ ഗ്യാപ്പ് അകന്ന് വന്ന് വലുതായി പോകണം. ഓക്കെ, പക്ഷെ നമുക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കുകയും വേണം. അപ്പോൾ അവിടെ ബോധമുണ്ട്, പക്ഷെ നമ്മൾ ചിന്തയെ കാണുന്നില്ല. അപ്പം ഇങ്ങനെ വന്ന് ചിന്തയില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ അങ്ങനെ ഒരു ഇടവേളയിലേക്ക് വരും. അപ്പം മെഡിറ്റേഷൻ വളരെ പെർഫെക്റ്റായി. അപ്പോൾ നമ്മുടെ മൈൻഡിൻ്റെ സ്പീഡ് ഇങ്ങനെ സ്ലോ ഡൗൺ ചെയ്ത് അപ്പോൾ വേഗം
അകത്തെ വേഗം നമ്മൾ വളരെ ഉദ്ദേശപൂർവ്വം കുറച്ച് വണ്ടി നിർത്താനായിട്ട് ഇങ്ങനെ വന്ന് സ്ലോ ചെയ്ത് ബ്രേക്ക് ചെയ്യുന്ന പോലെ. അപ്പോൾ എന്ന പോലെ തന്നെ അതിനെ ഒരു സ്ലോ മോഷനിൽ കാണുക. അപ്പോൾ വേഗം ഇങ്ങനെ കുറഞ്ഞ് ചിന്തയുടെ ഫാസ്റ്റ്നെസ്. പിന്നെ അതുപോലെ തന്നെ ബോഡി നമ്മൾ സ്റ്റില്ലായിട്ട് സൂക്ഷിച്ച് വെക്കുമ്പോൾ, അപ്പോൾ ശരീരം പൂർണ്ണമായും നിശ്ചലമായി, ശരീരത്തിൻ്റെ ഓരോ ഭാഗവും നിശ്ചലമായി, മനസ്സിങ്ങനെ നിശ്ചലമായി. അപ്പോൾ അത് നമുക്ക് ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട ചിലപ്പോൾ ഒരു 10-30 ദിവസം ഇത് ചെയ്യുമ്പോഴാണ് നമ്മളിതിൽ ഈ മാസ്റ്ററി വരിക. പിന്നെ നമ്മൾ ചിന്തകളിങ്ങനെ ലേബൽ ചെയ്യുകയോ, അപ്പോൾ അതിനെ പേരിടുകയോ, പ്ലാനിങ് നടത്തുകയോ, അതിനെ ഓർത്തിരിക്കാൻ ശ്രമിക്കുകയോ, ആശങ്ക വരുമോ, ഇങ്ങനെ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ വരുന്നു പോകുന്നു ആകാശത്തിലെ പറവകളെ പോലെ. അപ്പോൾ നമ്മൾ ഡിസ്ഐഡൻറ്റിഫൈ ചിന്ത ഏതാണെന്നുള്ളത് പിന്നെ നമ്മളകത്ത് ചോദിക്കുന്നില്ല. ആരാണ് ചിന്ത, എന്താ, എവിടുന്ന് വരുന്നു, എന്തിനു വേണ്ടിയിട്ടാണ്, ചിന്തയുടെ ഉറവിടം എന്താണ്, ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. അകത്ത് പതിയെ ശ്രദ്ധയിലൂടെ നമ്മൾ നിശബ്ദമാകുക. അപ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം വാസ്റ്റ് എംറ്റി സ്കൈ. അപ്പോൾ അതിനകത്ത് പക്ഷി 2-3 പക്ഷിയെ പറന്നു പോകുന്നുള്ളൂ, പക്ഷേങ്കിൽ അതിൻ്റെ എത്രയോ ലക്ഷക്കണക്കിന് ഇരട്ടിയാണ് നമ്മൾ സ്കൈ. അപ്പം മനസ്സിനെ ഇങ്ങനെ ശാന്തമായ ഒരു നീലാകാശമാണെന്ന് നമുക്ക് വേണം ചിന്തിക്കാം. അപ്പോൾ ചിന്തകൾ അവിടെ ചെറു മേഘങ്ങൾ പോലെ വരുന്നു, ആ പതിയെ വന്ന് അത് അലിഞ്ഞു മാഞ്ഞു പോകുന്നു. അപ്പോൾ അങ്ങനെ നമുക്കൊരു, അതല്ലെങ്കിൽ ഒരു സിംഗിൾ സെൻസറി ഇമ്മേഴ്സൺ, അതിൽ മുഴുകിപ്പോകാം. ഒരു ശബ്ദം തിരഞ്ഞെടുക്കുക, ഫാനിൻ്റെ ശബ്ദമാകാം, അതല്ലെങ്കിൽ ഇതിന് മ്യൂസിക് നമ്മൾ പുറകിലിട്ടുണ്ട് അതാകാം, ആൽഫ മ്യൂസിക് ഉണ്ടെങ്കിൽ. അപ്പോൾ അതിൽ പൂർണ്ണമായും ലയിക്കുക. അപ്പോൾ ഒരു ലയനം, അകത്തെ നമ്മുടെ അകം സംസാരിക്കുന്ന സംഭാഷണം നിർത്തണം. ഈ 5 സെക്കൻഡ് നോൺ തോട്ട് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതിരിക്കുക. അപ്പം അടുത്ത 5 മിനിറ്റ് നേരത്തേക്ക് അത് പിന്നെ പതിയെ 8 മിനിറ്റായി, 10 മിനിറ്റായി, 20ആയി, 50ആയി, 60ആയി, അതിങ്ങനെ നീട്ടി അങ്ങനെ വേണം നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. പിന്നെ നമുക്ക് അതല്ലെങ്കിൽ നമുക്ക് ശ്വാസം വിടുന്നതിൻ്റെ ഇടവേള കൂട്ടാം. നേരത്തെ 30 സെക്കൻഡ്സ് കൊണ്ട് വിട്ടുകൊണ്ടിരുന്നത് 50 സെക്കൻഡ്സ് കൊണ്ട് പതിയെ അതിങ്ങനെ കൂട്ടി പുറത്തേക്ക് നമ്മൾ ശ്വാസം വിട്ടുകൊണ്ടിരിക്കുമ്പോൾ പുതിയ ചിന്തകളിലേക്ക് പോകത്തില്ല. അപ്പോൾ അങ്ങനെ കൂട്ടി ശാന്തമായ ചിന്തകൾ കുറഞ്ഞു വരും. പിന്നെ അതല്ല ഇപ്പം നമുക്ക് ഈ മൈക്രോ സറണ്ടർ. അപ്പോൾ അതിങ്ങനെ വരുവാണെങ്കിൽ വിടുക, ചിന്ത വന്ന് വിടുക, പ്രതിരോധമില്ല, അതിനെ വിട്ടുകളയുന്നു. ചില ആൾക്കാർ ക്യാൻഡിൽ ഫ്ലെയിം ഗെയ്സിങ് എന്ന് പറഞ്ഞ് ത്രാടക എന്നൊക്കെ പറയും. ക്യാൻഡിൽ ഫ്ലെയിം ഇങ്ങനെ വെച്ചിട്ട് അതിലിങ്ങനെ നോക്കി, അതിൽ തന്നെ നോക്കി ഇരിക്കുക. അപ്പോൾ അതൊക്കെ കാണേണ്ട ഒരുപാട് കാര്യങ്ങൾ ആ തീയിൽ കാണാൻ പറ്റുന്ന അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ജ്വാലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അത് വേറൊരു വിധത്തിലുള്ള മെഡിറ്റേഷനാണ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും കണ്ണടച്ചിട്ട് അതിൻ്റെ പ്രതിച്ഛായ നമ്മൾ ഉള്ളിൽ പിടിച്ചു നിർത്തുക. അങ്ങനെ ദൃശ്യ ഏകാന്തത, അപ്പോൾ ഏകാഗ്രത കൊണ്ടുവരിക. ചിന്തകളെ പൂർണ്ണമായും ഇങ്ങനെ കുറഞ്ഞു വരും. പിന്നെ ഒരു നമ്മളെ ഇത് വരുന്ന റീപ്ലേസ് വേർഡ്സ് വിത്ത് പ്യുവർ സെൻസേഷൻസ്. നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന സംവേദനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, അനുഭവങ്ങളിലേക്ക് ഇങ്ങനെ മാറുക, ശ്വാസം ഇങ്ങനെ വന്ന്. അപ്പോൾ നമുക്ക് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 ഏക്കർ സ്ഥലമാണോ വലുത് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള കഴിവാണോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും മെഡിറ്റേറ്റ് ചെയ്യാനുള്ള കഴിവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരം അഭ്യസിച്ച് വരണം. അപ്പോൾ ചലനം, അപ്പോൾ വാക്കുകൾ ഇങ്ങനെ സൃഷ്ടിച്ച് അനുഭവത്തിൽ കൂടെ ഇങ്ങനെ മൗനം സൃഷ്ടിക്കാനായിട്ട് വരണം. അപ്പോൾ ചില ആൾക്കാർ ബ്രഹ്മമുഹൂർത്തത്തിൽ ഇപ്പോൾ 4 മണിക്കും 5 മണിക്കൊക്കെ എഴുന്നേറ്റ് അപ്പോൾ ധ്യാനം ചെയ്യുന്നവരുണ്ട്. ചില ആൾക്കാർക്ക് അതാണ് സൗകര്യമെങ്കിൽ അത് ചെയ്യാം. ചില ആൾക്കാർ കസേരയിലിരുന്ന് ചെയ്യും, ദാറ്റ്സ് ഓൾ റൈറ്റ്. തറയിലിരുന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ദാറ്റ്സ് ഓൾ റൈറ്റ്. നമുക്കേതാണോ മോസ്റ്റ് കംഫർട്ടബിൾ. കോഗ്നിറ്റീവ് ലോഡ് കുറയ്ക്കണം. ധ്യാനത്തിന് മുമ്പ് ഇൻഫർമേഷൻ ഓവർലോഡ് വരാൻ പാടില്ല. മൊബൈൽ കാണുകയോ ലാപ്ടോപ്പ് കാണുകയോ TV കാണുകയോ ഗൗരവമായ സംഭാഷണങ്ങളോ സോഷ്യൽ മീഡിയ ഇതെല്ലാം നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ശാന്തമായ ഇൻപുട്ട് മാത്രം കൊടുക്കുക, ഒരു ഇമോഷണൽ ന്യൂട്രലൈസേഷൻ. അപ്പോൾ അങ്ങനെ ശാന്തമായ വികാരത്തെ ഇങ്ങനെ കൊടുത്ത് വരുമ്പോഴത്തേക്കും അങ്ങനെ നമുക്ക് വളരെ ആഴത്തിലുള്ള ശ്വാസം എടുത്ത് വിട്ട് അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് ലഘുവായി മനസ്സിലൂടെ തോട്ട് വരാതെ, അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് ഒന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ചിന്ത നമ്മൾ നിർത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ചിന്ത വന്നുകൊണ്ടിരിക്കും.
അപ്പം അത് കൂടുതൽ കൂടുതൽ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കും. പക്ഷേ അത് അനുവദിച്ചങ്ങ് വിടുവാണെങ്കിൽ, അലോ ചെയ്ത് വിടുവാണെങ്കിൽ ചിന്ത വന്ന് ഓളങ്ങൾ നിലയ്ക്കുന്ന പോലെ പതിയെ 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 നിലച്ച് പൂർണ്ണമായിട്ടും ഇല്ലാതാവും. അപ്പം ഇങ്ങനെ നമ്മൾ ഇല്ലാതായി കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഈ ശൂന്യതയിൽ മാത്രം ഇരിക്കുമ്പോൾ നമുക്ക് ഇമ്മൻസ് വിസ്ഡം, അനന്തമായ ജ്ഞാനം വരും. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി അപ്പോൾ വരാൻ തുടങ്ങും. അപ്പം നമ്മുടെ പല കാര്യങ്ങൾക്കും അതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം മറന്നു പോകുന്നതിന് മുമ്പ് മെഡിറ്റേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ജേണൽ എഴുതണം. മെഡിറ്റേഷൻ ജേണൽ എഴുതി എന്താണ് ഇന്നത്തെ മെഡിറ്റേഷനകത്ത് എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാ ദിവസവും മെഡിറ്റേഷനകത്ത് കിട്ടിയ അനുഭവങ്ങൾ നമ്മൾ ഓർക്കാനായിട്ട് ഇങ്ങനെ തീയതി വെച്ചിട്ട് ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു ശീലമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മൈൻഡിനെ ഇങ്ങനെ നമ്മൾ ചെയ്ത് നമുക്ക് പിന്നീട് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ ഇരുന്നാലും ഏത് സമയമാണെങ്കിലും മൈൻഡിനെ ശൂന്യതയാക്കാനായിട്ട് പറ്റും. അതൊരു 1 മാസം മുതൽ 3 മാസം വരെയുള്ള നമ്മുടെ ഒരു ശക്തമായ ശ്രമത്തോടു കൂടിയാണ് മനസ്സിനെ ശൂന്യമാക്കാനായിട്ട് പറ്റുന്നത്. മൈൻഡ് പവർ മെഡിറ്റേഷനിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഗോളുകൾ കാണാനായിട്ട് പറ്റും. നമ്മുടെ പ്രൈം ഗോൾ എന്താണ്, അതെങ്ങനെ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ മൈൻഡ് പവർ ടൂളുകളൊക്കെ എടുത്ത് നമുക്ക് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തെ സെറ്റ് ചെയ്യാനും അതല്ലെങ്കിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അതുമായിട്ട് ബന്ധപ്പെടുത്തി എടുക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മെഡിറ്റേഷനുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6:30 മെഡിറ്റേഷനുണ്ട്. നിങ്ങൾക്ക് ചേരാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ചേരാം. അതല്ലെങ്കിൽ പിന്നെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള രോഗങ്ങൾ ഇല്ലാതാക്കാനൊക്കെ ആയിട്ടും പല പർപ്പസിന് വേണ്ടിയിട്ട് വിവിധങ്ങളായ മെഡിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ മെഡിറ്റേഷൻ വഴി നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ഗ്രേറ്റ്നെസ് ആർജിക്കാനായിട്ടുള്ള എളുപ്പ വഴി നമ്മുടെ മെഡിറ്റേഷൻ തന്നെയാണ്. നിങ്ങൾക്കത് കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്.